ആ സീൻ എടുക്കപ്പോൾ തന്നെ അവിടെ നിന്നവർക്ക് ഭയങ്കര ഇമോഷണലായിപ്പോയി. ശരിക്കും അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അഭിമന്യു ഇല്ലേ, പുള്ളിക്ക് കയ്യിൽ നിന്ന് പോയി. ഈ തലവെട്ടി കഴിഞ്ഞിട്ട് മാർക്കോ എന്ന ക്യാരക്ടർ ചെയ്ത ഉണ്ണിച്ചേട്ടന് ഇയാളോടുള്ള ദേഷ്യം കഴിയുന്നില്ലെന്നാണ്. പുള്ളി തിരിച്ചുകൊണ്ട് തലയെ അടിച്ചങ്ങ് പൊട്ടിക്കുകയാണ്. ബ്രെയിനൊക്കെ പുറത്തു വരും. കുഞ്ഞിനെ ഡെലിവറി ചെയ്യുന്ന സീൻ നമുക്ക് ലൈവായിട്ട് ശരിക്കും കുഞ്ഞിനെ ആ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ഷോട്ടേനെ എടുത്തിട്ടുണ്ട്. പിന്നെ ആ കുഞ്ഞിനെ വെച്ച് കുറച്ചും കൂടി ടോർച്ചർ ചെയ്യുന്നുണ്ട് ആ കുഞ്ഞിനെ വെച്ചിട്ട് തന്നെ. അതൊക്കെ സെൻസർ ബോർഡിൽ നിന്ന് കുറച്ച് കട്ടായിട്ടുണ്ട്. 70% ഇതിൽ എഫേർട്ടും സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ കണ്ടത് വെറും 30% മാത്രമാണ്. ആ 30%ാണ് ഇത്ര റിസൾട്ട്. അപ്പോൾ ആ 70% കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, ആർക്കും ഇരിക്കാൻ പറ്റില്ല തിയേറ്ററിൽ. ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ബോഡി കിട്ടുന്നത്. അപ്പോൾ ആ ബോഡിയിൽ ഉണ്ടാവുന്ന പുഴുക്കളും അതിലുണ്ടാവുന്ന ലിക്വിഡ് സ്വഭാവം എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യേണ്ടി വന്നു. അതിനെ സംരക്ഷിച്ചു റൂമിൽ. മേക്കപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാരുടെ വിചാരം എന്താ, സാധനം പുട്ടിയിടുക, അല്ലെ വെളുപ്പിക്കുക, സുന്ദരം. അതൊന്നും അല്ല സിനിമയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ. സിനിമയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ക്യാരക്ടർ ഡിസൈൻ ചെയ്യുക, ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും വലിയ മാർക്കോ സിനിമയിൽ ഞാൻ മേക്കപ്പ് ബോക്സ് എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ രാവിലെ പോലും കാണുന്ന ബ്ലഡാണ്. ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഈ ബോഡി പാർട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്ററാണ്, പ്രോസ്തെറ്റിക് മേക്കപ്പ് ആർട്ടിസ്റ്റ് സുധിച്ചേട്ടനാണ്. വെൽക്കം. മാർക്കോ എന്ന് പറഞ്ഞൊരു മൂവി, എനിക്ക് തോന്നുന്നു ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയൊക്കെ സംബന്ധിച്ച് മേക്കപ്പ് മാനൊക്കെ എന്ന രീതിയിൽ ഓരോ സിനിമകളിലും ഓരോ ആർട്ടിസ്റ്റുകളെ സുന്ദരിയാക്കുക, സുന്ദരന്മാരാക്കുക എന്നൊക്കെ ആയിരുന്നു. എന്നാൽ ഈ മാർക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളെയൊക്കെ വെറുപ്പിച്ചു. ഞാനൊക്കെ ഇല്ലേ സിനിമ കണ്ടപ്പോൾ ഇങ്ങനെ സുധിച്ചേട്ടാ കണ്ടത്. അതെ, പല ആൾക്കാരുടെ സിറ്റുവേഷൻ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരുടെ ഒരു എന്താ പറയുക, പുറമേ നോക്കുന്നവരുടെ കാര്യമാണ്. മേക്കപ്പ് മാൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാരുടെ വിചാരം എന്താ, സാധനം പുട്ടിയിടുക, അല്ലെ വെളുപ്പിക്കുക, സുന്ദരം. അതൊന്നും അല്ല സിനിമയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ. സിനിമയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ക്യാരക്ടർ ഡിസൈൻ ചെയ്യുക, ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെയാണ് മാർക്കോ മൂവിയിൽ എല്ലാ ക്യാരക്ടറും ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. എല്ലാ ക്യാരക്ടറും ഡിസൈൻ ചെയ്തു, പ്രോസ്തെറ്റിക് മേക്കപ്പ് ഡിസൈൻ ചെയ്തു. അതാണ് ആ ഒരു ഭംഗി, ആ ഒരു ഡീറ്റെയിലിംഗ് കൊണ്ടുവരാൻ പറ്റിയത്. ഈ സിനിമ ഇങ്ങനെ സക്സസിലേക്കൊക്കെ പോയ സമയത്തല്ലേ ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ സിനിമ ഇത്രയും ഇങ്ങനെ സക്സസിലേക്ക് പോയിക്കൊണ്ടിരുന്നത്, അപ്പം ഈ സിനിമയിലൂടെ ലോസ് സംഭവിച്ച ഒരേ ഒരാള് നമ്മുടെ സുധിച്ചേട്ടനല്ലേ? ശരിയാണ്. ശരിക്കും ഒരു ടോക്ക് ഇത് എനിക്കിപ്പോഴാണ് ഫീൽ ചെയ്തത്. കാരണം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലുണ്ട്. കാരണം അതിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്താണെന്ന് ഞാൻ തന്നെ പറയാം. കാരണം 70% ഇതിൽ എഫേർട്ടും സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ കണ്ടത് വെറും 30% മാത്രമാണ്. തീർച്ചയായിട്ടും. ആ 30%ാണ് ഇത്ര റിസൾട്ട്. അപ്പോൾ ആ 70% കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, ആർക്കും ഇരിക്കാൻ പറ്റില്ല തിയേറ്ററിൽ. ആ ഒരു അവസ്ഥ. കാരണം വർക്ക് ഭയങ്കര ക്വാളിറ്റിയിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അൻവറിന്റെ കൈ ലൈവായിട്ട് കട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ സെൻസർ ബോർഡിൽ വരുമ്പോഴത്തേക്കും ഈ ലിമിറ്റേഷൻ കാരണം അത് കട്ട് ചെയ്യുന്ന ലൈവ് പോയിട്ടുണ്ട്. അതിനുശേഷമുള്ളത് ശരിക്കും വർക്ക്. അതായത് ബിഗിനിങ് ഷോട്ട് കുറേ 8 മിനിറ്റ് കട്ടായെന്ന് പറഞ്ഞാൽ ബിഗിനിങ് ഷോട്ട് ഇതിൻ്റെ എല്ലാം ബിഗിനിങ് ഉണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് അത് മൊത്തം എറേസ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷേ അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് സെൻസർ ബോർഡിനെ കുറ്റം പറയാൻ പറ്റില്ല. അമ്മാതിരി വയലൻസ് ആയിരുന്നു. ഇപ്പൊ പറഞ്ഞ ലൈവായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ള സീനായിട്ടിരുന്നത്. പല സീനുകളും എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ബിഗിനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഏതൊക്കെ സീനായിരുന്നു കട്ട് ചെയ്ത് പോയത്? ഞാൻ കണ്ടത്, ഞാൻ ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ദുബായിലായിരുന്നു ഉണ്ടായിരുന്നത്. ദുബായിൽ നിന്നാണ് ഞാൻ കാണുന്നത്. അപ്പം എനിക്ക് ആ ഒരു ഫീലിംഗ് അത്രമാത്രം, അതായത് ദുബായിൽ എത്രമാത്രം കട്ട് ചെയ്തു, ഇവിടെ സെൻസറിങ് എങ്ങനെ കട്ട് ചെയ്തെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ആ കുഞ്ഞിൻ്റെ സീനില്ലേ, കുഞ്ഞിനെ ഡെലിവറി ചെയ്യുന്ന സീൻ നമുക്ക് ലൈവായിട്ട് ശരിക്കും കുഞ്ഞിനെ ആ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ഷോട്ടേനെ എടുത്തിട്ടുണ്ട്. ആ ശരിക്കും ആ കുഞ്ഞ് പുറത്തോട്ട് വരുന്ന ഷോട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽ എടുത്തിട്ടാണ് മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കുറേ ഭാഗങ്ങൾ പോയിട്ടുണ്ട്. അതിൽ നിന്നും ആ ലിക്വിഡ്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതായിരുന്നു. പിന്നെ ആ കുഞ്ഞിനെ വെച്ച് കുറച്ചും കൂടി ടോർച്ചർ ചെയ്യുന്നുണ്ട് ആ കുഞ്ഞിനെ വെച്ചിട്ട് തന്നെ. അതൊക്കെ സെൻസർ ബോർഡിൽ നിന്ന് കുറച്ച് കട്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സുധിച്ചേട്ടനാണെങ്കിൽ ഇപ്പോൾ 17-18 വർഷമായി ഫിലിം ഇൻഡസ്ട്രിയിലുള്ളത്. എനിക്ക് മലയാളം സിനിമ കണ്ടതിൽ ഏറ്റവും ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്, ബ്രൂട്ടൽ ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് സുധിച്ചേട്ടൻ. അപ്പം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഇത്തരത്തിലൊക്കെ ആണെന്ന് ഇപ്പം ഹനീഫൊക്കെ പറഞ്ഞല്ലോ. ഹനീഫൊക്കെ ഇത് പറഞ്ഞ സമയത്ത് റെഫറൻസിന് വേണ്ടിയിട്ട് ഏതൊക്കെയാണ്? അത് ഞാൻ ഹനീഫിക്കൻ്റെ അടുത്ത് സബ്ജക്റ്റ് സംസാരിക്കുമ്പോൾ തന്നെ ഹനീഫിക്ക അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്ന കാര്യങ്ങൾ. ഓരോന്നും ഈ നമ്മൾ ചെയ്തിരിക്കുന്നതിന് അതേ ഡീറ്റെയിൽ കാര്യം പറയും. അത് നമ്മൾ എത്രമാത്രം VFX വർക്ക് കുറയ്ക്കാൻ പറ്റും, നമ്മുടേതായ ക്രിയേഷൻ അവിടെ എന്ത് ചെയ്യാൻ പറ്റും ആൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ റെഫറൻസ് എടുക്കാൻ നോക്കാറുണ്ട്. പല രീതിയിൽ നിന്നും ഗൂഗിളിൽ നിന്നായിരുന്നാലും ഈ കൈ കട്ട് ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്നെങ്കിലും നമ്മുടേതായ കൂടെ നിൽക്കുന്ന VFX വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നാലും മോൾഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എല്ലാം ഡീറ്റെയിൽ ചോദിച്ച് അതിനെ സ്കെച്ച് ചെയ്യും. ആദ്യം നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച് പോലെ ചെയ്തെടുത്തിട്ടാണ് ഇതിൻ്റെ ഫൈനലിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ആർട്ടിസ്റ്റിൻ്റെ ഹൈൻ്റെ എല്ലാം ഈ ആർട്ടിസ്റ്റിൻ്റെ ഡൈ ആണ് എടുത്തിരിക്കുന്നത്. ജഗദീഷ് ചേട്ടനെ ആയിരുന്നാലും ഈ കബീർ സിംഗ് ആയിരുന്നാലും എല്ലാവരും അവരുടേതായ പാർട്സിൻ്റെ ഡൈ ആണ് എടുത്തിരിക്കുന്നത്.
ആകെ നമുക്ക് ബുദ്ധിമുട്ടായി നമ്മുടെ ഫുൾ ബോഡിയാണ്. ഫുൾ ബോഡി ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. ഇതിന് നമുക്ക് റെഫറൻസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഗൂഗിളിൽ നമ്മൾ കിട്ടത്തില്ല. കാരണം ആസിഡിൽ മുങ്ങിയ ശേഷം എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല. അതിനൊരു റെഫറൻസ് ആയിട്ട് നമുക്ക് കിട്ടാൻ പാടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഡോക്ടറെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടാണ് ആ ഒരു റെഫറൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്? ഇതിൽ നമ്മളിപ്പോൾ ഫുൾ സ്കൾട്ടൺ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കുന്ന സ്കൾട്ടൺ ഉണ്ട്. ആ ഫുൾ സ്കൾട്ടൺ എടുത്തിട്ട് ഫുൾ സ്കൾട്ടൺ ഹെഡ് ഉൾപ്പെടെ ഉണ്ട്. അതിലോട്ട് നമ്മൾ ഈ ക്ലേ വർക്ക് ചെയ്തിട്ട് സിൽക്കോൺ ആഡ് ചെയ്യുന്നത്. ഫുള്ള് സിൽക്കോണിൽ നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന സ്മൂത്തിങ് സിൽക്കോണും ഹീഗോളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിലോട്ട് കളർ ടോണൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മുടേതായ ക്രിയേഷൻ ചെയ്യും. ഇതിപ്പോൾ നമുക്കൊരു മോൾഡ് ചെയ്യുന്ന ഒരാൾ നമുക്ക് ക്രിയേറ്ററായിട്ട് ഉണ്ടാക്കിത്തരും. ആ ഉണ്ടാക്കി തന്ന ശേഷം അതിൻ്റെ ഡീറ്റെയിലിംഗായിട്ട് നമ്മൾ നമ്മുടേതായ കുറേ ക്രിയേഷൻ ഇതിൽ ചെയ്യാനുണ്ട്. കാരണം ഈ അവസ്ഥയായിരിക്കില്ല ഷൂട്ട് ചെയ്യുമ്പോൾ. കാരണം ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ബോഡി കിട്ടുന്നത്. അപ്പോൾ ആ ബോഡിയിൽ ഉണ്ടാകുന്ന പുഴുക്കൾ, അതിലുണ്ടാകുന്ന ലിക്വിഡ് സ്വാം എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓൾറെഡി പുഴുവിനെല്ലാം നമ്മൾ കളക്ട് ചെയ്തു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യേണ്ടി വന്നു. അതിനുവേണ്ടി കളക്ട് ചെയ്തു, അതിനെ സംരക്ഷിച്ചു റൂമിൽ. അതങ്ങനെയൊക്കെ കുറെ സീൻ ഉണ്ടായിട്ടുണ്ട്. അതെ, അങ്ങനെയൊക്കെ ഒരു സീൻ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് നമുക്ക് എത്രമാത്രം അതിലോട്ട് എഫർട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചതാണ്. കാരണം അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ നമുക്ക് ഇത്രയും ഒരു പൊസിഷൻ എത്താനും ഈ ഒരു സംസാര ചർച്ചയാവാനുള്ള മെയിൻ കാരണമാണ്. ഇതിനകത്ത് ഡെഡിക്കേഷന്റെ കാര്യത്തിൽ, അതായത് ഈ ബോഡിയിൽ ആകെപ്പാടെ കണ്ടുപിടിക്കാനുള്ളൊരു സാധനങ്ങളായിരുന്നില്ല. അതും വളരെ മനോഹരമായി ഗംഭീരമായിട്ട് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് ആ ക്യാരക്ടർ ഇട്ടിരുന്ന ഡ്രസ്സാണ്. ആ ഡ്രസ്സ് ശരിക്കും ഈ ഡ്രസ്സ് പോലും ഉണ്ടാവില്ലെന്നാണ്, കരിഞ്ഞു പോവും, മൊത്തത്തിൽ നശിച്ചു പോകുമെന്നാണ് പറയുന്നത് സ്പിരിറ്റിൽ വീണ് കഴിഞ്ഞാൽ. പക്ഷെ ആ ഒരു ചെറിയ അംശം നമ്മൾ ഡ്രസ്സ് അവിടെ വെച്ചതെന്ന് പറഞ്ഞാൽ ആ സീനിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ബോഡി ഐഡൻറ്റിറ്റി ചെയ്യുന്നതല്ല. ഫസ്റ്റ് തന്നെ ഐഡൻറ്റിറ്റി ചെയ്തിട്ടാണ് പിന്നെയാണ് സയൻസ് പരമായിട്ടൊക്കെ കണ്ടുപിടിക്കുന്നത്. പക്ഷെ അത് ആ ഒരു ഷർട്ട് കത്തിച്ചു, കരിച്ചു, അതുപോലെ തന്നെ ബട്ടൺ, അങ്ങനെ കുറെ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട് അതിൽ. അതുപോലെ തന്നെ ഇതെല്ലാം മേക്കപ്പിൽ വരുന്ന ഘടകമാണ്. അപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഫിലിമിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. പ്രോസറ്റിക് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിന് ഒരു വേർതിരിവൊന്നുമില്ല. നമ്മുടെ പ്രോസറ്റിക് മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണയുണ്ട്, ഇത് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ഇത് അവരാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലുമല്ല. ഞങ്ങൾ പറഞ്ഞ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന സാധനം പുള്ളി ചെയ്തു തരുന്നു, നമ്മളത് ഡീറ്റെയിലിംഗ് വർക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിൽ വരുന്ന ഒരു പല്ലും. അതെ, അതായത് പല്ലിൽ ഫസ്റ്റ് വരുമ്പോഴത്തേക്കും പല്ലും കാര്യങ്ങളൊക്കെ ചിലപ്പം നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് ഡയറക്ടറിൻ്റെ ഒരു ഓപ്ഷൻ കൂടെ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം പല്ല് ഫുൾ ഉണ്ടാവില്ല, ദ്രവിച്ചു പോകും. അപ്പം 1-2 പല്ലുകൾ മാത്രം ചെറിയ പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. അതും ഒറിജിനൽ കളക്ട് ചെയ്തത്. അതെ. കഥയിൽ ഇമ്പോർട്ടൻറ്റ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും ക്രൂരമായിട്ട് ചെയ്ത പുള്ളിയെ നമ്മൾ എന്താ പെട്ടെന്ന് തലവെട്ടി കൊന്നു കളഞ്ഞുള്ളൊരു ചർച്ച. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. കാരണം ഇത് കഴിഞ്ഞിട്ടും, ഈ തലവെട്ടി കഴിഞ്ഞിട്ടും മാർക്കോ എന്ന ക്യാരക്ടർ ചെയ്ത ഉണ്ണിച്ചേട്ടന് ഇയാളോടുള്ള ദേഷ്യം കഴിയുന്നില്ലെന്നാണ്. കാരണം അത്രയും ക്രൂരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. പുള്ളി തിരിച്ചുകൊണ്ട് തലയെ അടിച്ചങ്ങ് പൊട്ടിക്കുകയാണ്. പൊട്ടിച്ച് ഈ എന്താ പറയുക, ഈ ബ്രെയിനൊക്കെ പുറത്തു വരും. ഈ ബ്രെയിനും ഈ അടിച്ചു പൊട്ടിക്കുന്നത് നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ചതച്ച് നശിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ആളവിടെ നിന്ന് പോകുന്നത്. കാരണം അത്രയും ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ പുള്ളി കുടുംബത്തോട് ചെയ്ത പ്രതികാരം തീരുള്ളൂ. ഇതൊക്കെ എത്ര നേരം എടുത്ത് കാണും? ഇതൊക്കെ നമ്മൾ ഷൂട്ട് തുടങ്ങും മുമ്പേ തന്നെ 1 മാസം മുമ്പ് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ടൈം എടുക്കും. ഇത് ഇപ്പോൾ ഷൂട്ടിങ് നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പേരലി നടക്കുമെങ്കിലും അതിന് മുമ്പ് 1 മാസം മുമ്പ് അതിൻ്റെ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഈ ഹെഡും ഈ ജഗദീഷ് ചേട്ടൻ്റെ കൈ നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയെടുത്തായിരുന്നു. അപ്പൊ ഇല്ലേ ഈ ജഗദീഷ് ചേട്ടന്റെ കൈ ഇങ്ങനെ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അത് ഹനീഫിക്ക പറഞ്ഞു തന്ന സമയത്ത് ഈ ഒരു കൈ ഇങ്ങനെ വേണം, അത് ഹനീഫിക്കനെ കാണിക്കുന്ന സമയത്ത് എങ്ങനെ ആയിരുന്നു? അത് എനിക്ക് എൻ്റെ ഫസ്റ്റത്തെ ഒരു ഈ പടത്തിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് കാണിക്കുന്ന പ്രോസറ്റിക് കൈ ആ ജഗദീഷ് ചേട്ടൻ്റെയാണ്. അതിൽ കാരണം എന്നെ ഈ വർക്ക് ഏൽപ്പിക്കുമ്പോൾ തന്നെ ഹനീഫയ്ക്ക് ആയിരുന്നല്ലോ, ഓൾമോസ്റ്റ് ആർക്കായിരുന്നാലും ഒരു ഡൗട്ട് ഉണ്ടാവും ഈ പുള്ളിക്കാരൻ ചെയ്യുമോ. കാരണം ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ ഇതുപോലെ ഇത്രയും വലിയ പടമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അവർക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം. അപ്പം ഞാൻ വർക്ക് ചെയ്യുമെന്ന് ഉണ്ണി ബ്രോയ്ക്കും ഈ പറഞ്ഞ പോലെ ഹനീഫയ്ക്കും ആർക്കായിരുന്നാലും ഡൗട്ട് വരും. പക്ഷെ ഞാൻ ചെയ്ത പ്രസൻറ്റ്, അതായത് ഈ അതിൽ അവർ ഫ്ലാറ്റാക്കി. കാരണം വെച്ചാൽ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, നമ്മൾ സിനിമയിൽ കാണുന്ന ബോക്സ്, ആ ബോക്സിനകത്ത് കഴിഞ്ഞാൽ വെച്ച് ബ്ലഡൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് കൊണ്ട് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ തന്നെ മനസ്സിൽ ഉദ്ദേശിച്ച സാധനം നമ്മളവിടെ അപ്പോഴേ കാണിച്ചു. പക്ഷേ ഷൂട്ട് അന്നല്ല നടക്കുന്നത്, ഷൂട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ. പക്ഷേ ഞാനിത് പ്രസൻറ്റ് ചെയ്തത് ഫസ്റ്റ് ദിവസം തന്നെ പ്രസൻറ്റ് ചെയ്തു.
അപ്പൊ തന്നെ ആള് ഒരു എന്താ പറയുക കോൺഫിഡന്റ് ആയി നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലാക്കി കൊടുത്തു. അതെ അതെ, പുലിയാണെന്ന് മനസ്സിലായി. പിന്നെ എല്ലാം പറ പരിപാടി പറയുന്നത് പിന്നെ പടപടയെന്നായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഇതിന് എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുമല്ലോ ചേട്ടാ? എങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു? നമുക്ക് ടെൻഷനായ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. ഈ ഒരു കൈ കുറച്ച് ഡിഫിക്കൽട്ട് പരിപാടിയായിരുന്നു. കാരണം ഇത് ലൈവായിട്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ മെഷീൻ ഉണ്ടല്ലോ, നമ്മൾ ആ ഇന്റർവൽ ഫൈറ്റ് കാണുന്ന ഒരു മെഷീൻ, കട്ടിങ് മെഷീൻ, അത് ഒറിജിനൽ മെഷീനാണ് ഷോട്ടിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മെഷീൻ ഈ ലൈവായിട്ട് കൈ കട്ട് ചെയ്യണം. അപ്പൊ അത് എങ്ങനെ വരും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഈ സിനിമയ്ക്കകത്ത് എടുത്തു പറയേണ്ടത് ബ്ലഡിന്റെ സീൻ. കാരണം ത്രൂ ഔട്ട് ബ്ലഡ് ഉള്ള ഒരു സിനിമയായിരുന്നു. അപ്പൊ ഈ ബ്ലഡ് ഏകദേശം എത്രത്തോളം? അതെ, ഒത്തിരി ബ്ലഡ് ആവശ്യം വന്നു. അപ്പം എല്ലാ ഇന്റർവ്യൂ നമ്മൾ പറയാറുണ്ട്, ഇപ്പം അതിന് ചോദിക്കുന്നുണ്ട് 240 ലിറ്റർ ബ്ലഡ് ഇത്ര എങ്ങനെയായെന്നുള്ളത്. പക്ഷെ ശരിക്കും അത്ര ബ്ലഡിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. ഞാൻ ഈ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഇത്രയും ഫൈറ്റിന് മാക്സിമം നമ്മളൊരു കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, അതിന് മാക്സിമം 150 ലിറ്ററൊക്കെ എന്നുള്ള എമേജാണ് പോയത്. പക്ഷേ നമ്മുടെ അതിലും മേലെയാണ് പോയത് ഇപ്പോൾ. കാരണം ആ മേലെ പോകാൻ കാരണം ഓരോ ഫൈറ്റിനും ഫൈറ്റേഴ്സ് ഒരു 50-100-നകത്തൊക്കെ ഫൈറ്റേഴ്സ് ഉണ്ട്. ഇവർക്കെല്ലാം നമുക്ക് ബ്ലഡ് യൂസ് ചെയ്യണം. ഇവർക്കെല്ലാവർക്കും പിന്നെ ഗ്രൗണ്ടിൽ അവിടെ ഇവിടെ എല്ലാം ബ്ലഡ് വേണം. അപ്പം പിന്നെ നമുക്ക് അത്രയും 20 ലിറ്റർ ക്യാൻ വെച്ച് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നൊക്കെ. ഈ ഷൂട്ടിംഗ് സെറ്റിൽ ആൾക്കാർക്ക് ബ്ലഡ് തികഞ്ഞില്ല. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഗുരുവായൂരമ്പലമാണ്. അത് മറ്റേ ഗുരുവായൂരമ്പലയുടെ സെറ്റ് ഇട്ടിട്ട് ഫുൾ ക്രൗഡും മേക്കപ്പും ഈ കല്യാണവും സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അവിടെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വന്നപ്പം ബ്ലഡ്, ഫുള്ള് ബ്ലഡാണ്. ഇതിൽ ഞാൻ ഈ മലയാള സിനിമ ഈ ഇത്രയും വലിയ മാർക്കോ സിനിമയിൽ ഞാൻ മേക്കപ്പ് ബോക്സ് എന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ രാവിലെ മുതൽ കാണുന്ന ബ്ലഡാണ്. സീരിയസ്ലി, ഞാൻ അതിൽ മേക്കപ്പ് ബോക്സോ ഈ ബ്യൂട്ടി മേക്കപ്പോ ഞാൻ കണ്ടിട്ടില്ല. ആകെ നമ്മൾ എന്തോ ഒരു വീട്ടിലെ കുറച്ച് സീനിന് മാത്രം, ക്യാരക്ടേഴ്സിന് മാത്രം മേക്കപ്പ് ചെയ്യുന്നല്ലാതെ ബാക്കി എല്ലാ ദിവസവും ബ്ലഡാണ്. ബ്ലഡ് രാവിലെ എനിക്ക് ബ്ലഡ് എവിടെ ആ ഒരു അതായത് രാവിലെ ലൊക്കേഷനിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര എക്സിക്യൂട്ടീവ് ലുക്കിലാണ് പോവുക. മേക്കപ്പ് മാൻ എന്നുള്ള രീതിയിൽ ഭയങ്കര വൺ ലുക്കിലൊക്കെ പോവുക. വൈകുന്നേരം വരുന്ന കൃഷിക്കാരെ പോലെ കംപ്ലീറ്റ് ബ്ലഡും ദേഹത്ത്. കൃഷിക്ക് പോകുമ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വരില്ല, ആളുടെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഹോട്ടൽ റിസപ്ഷനിലെ ആൾക്കാർ തന്നെ പറഞ്ഞ് ബാക്കിലൂടെ പോകണമെന്നൊക്കെ പറഞ്ഞ സീൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്കൊരു ബുദ്ധിമുട്ടായി തുടങ്ങി. കാരണം നടക്കുന്ന വഴിയൊക്കെ ടൈലിൽ കൂടെയൊക്കെ ബ്ലഡാണ്. അങ്ങനെ ഈ പിന്നെ വേറൊരു ഭയങ്കര രസമായ കാര്യം, മൂന്നാർ ഈ ഷൂട്ട് ചെയ്യുന്നിടത്ത് അട്ടകളുണ്ട്. അട്ടകളെ കുറെ ബ്ലഡ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് കണക്കിൽ പെടാത്തതാണ്. ഇതിന്റെ കൂടെ തന്നെ ഈ ആർട്ടിസ്റ്റിന് ഉണ്ണിച്ചേട്ടനായിരുന്നാലും അഭിമന്യുവിനെ ആയിരുന്നാലും ഫുള്ള് അട്ട കടിയാണ്. അട്ട എവിടെ കൂടെ ബ്ലഡ് വരുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ബ്ലഡേരെ ഒറിജിനൽ ബ്ലഡ് ഒത്തിരി ബ്ലഡ് അട്ടയും കൂടെ തന്നത്. ഞങ്ങൾ റൂമിൽ പോയി ഈ ഡ്രസ്സ് മാറുമ്പോഴായിരിക്കും ഞങ്ങളുടെ ദേഹത്തെ കടിച്ചിരിക്കുന്ന അറിയാം. കാരണം ഈ അട്ട കടിക്കുന്ന വേദന അറിയില്ല, ബ്ലഡാ പോകുക. അപ്പൊ നമ്മുടെ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ബ്ലഡ് ആണോ ഈ ഒറിജിനൽ ബ്ലഡ് ആണോ ഒന്നും അറിയില്ല. ഒറിജിനൽ ബ്ലഡ് ആണോ ആർട്ടിഫിഷ്യൽ ബ്ലഡ് ആണെന്ന് അറിയാൻ പറ്റാത്ത സ്റ്റേജാണ്. നമ്മൾ റൂമിൽ പോയി നോക്കുമ്പോഴാണ് ഇത് ഇവിടെ നിന്ന് ഇപ്പോഴും ബ്ലഡ് വന്നുകൊണ്ടിരിക്കണേ. നോക്കുമ്പോഴാണ് കാലിൽ നിന്നൊക്കെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പ്രോസ്തറ്റിക് മേക്കപ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ആർട്ടിസ്റ്റുകളുടെ മേക്കപ്പ്, അതായത് അതിനകത്തൊരു സീൻ ഉണ്ടായിരുന്നു, വാ കീറുന്ന ഒരു സീൻ. അപ്പൊ നമ്മളത് കണ്ട സമയത്ത് പെട്ടെന്ന് ഞെട്ടിയപ്പോ അത് എത്ര കണ്ടിന്യൂറ്റി പ്രശ്നം ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു അതിന്റെ ഷൂട്ട്? അതും ഈ പറഞ്ഞ പോലെ ഒരു പ്ലാനിങ് ഉണ്ടായില്ല. കാരണം പ്ലാനിങ് ഉണ്ടായി നമ്മൾ അതിന് നേരത്തെ ഇതിനെ പറ്റിയൊക്കെ എങ്ങനെ വർക്ക് ചെയ്യാന്നൊക്കെ ഒരു ചർച്ച ഉണ്ടായേനെ. പക്ഷെ അത് രാവിലെ ഇതുപോലെ കലൈ മാസ്റ്റർ, ഫൈറ്റ് മാസ്റ്റർ വന്നിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അതിനു മുമ്പ് നമ്മളെല്ലാം ചെയ്ത് ഭയങ്കര ഇതിൽ നിൽക്കുകയല്ലേ, ഭയങ്കര ടോപ്പിൽ നിൽക്കുകയാണ്, ഞെട്ടിച്ച് വെച്ച് പരിപാടിയെല്ലാം ചെയ്തു. അപ്പം ലാസ്റ്റാണ് ഈ പരിപാടി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാനും പറ്റില്ല. നമ്മൾ വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ ചെയ്ത പരിപാടിയാണ്. വെറുതെ നമ്മൾ സിൽക്കോൺ ഈ മെറ്റീരിയൽ തന്നെ ചെയ്ത് ആദ്യം അവരുടെ 2 സൈഡിലും നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഉള്ളിൽ കളറിങ് ചെയ്തിട്ട് ജെൽ ബ്ലഡ് എന്നുള്ളൊരു ഓപ്ഷൻ, ജെൽ ബ്ലഡും ഈ പറഞ്ഞ ബ്ലഡും കൂടെ വായിൽ വെച്ചിട്ടുണ്ട്. വായിൽ ഒഴിക്കുമ്പോഴത്തേക്ക് ശരിക്കും ഇത് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് പുറത്തോട്ട് വരും. ആ ഒരു സാധനം അപ്പോൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഫസ്റ്റ് ടേക്കിന് ഓക്കെ ആയി. സെക്കൻഡ് ടേക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അത് ഫസ്റ്റ് ടേക്കിന് ഭയങ്കരമായിട്ട് ഓക്കെ. പക്ഷെ നമ്മളത് കൂളായിട്ട് ചെയ്തതാണ്. പക്ഷെ അത് ഭയങ്കര വൈറലായി. അത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇങ്ങനെ അതിനെ പറ്റി ചോദിച്ചു, അതെന്താണ് VFX ആണോ നിങ്ങൾ ചെയ്തതാണോ? ഭയങ്കരമായിട്ട് അവർ ശരിക്കും അങ്ങനെ ഓപ്പൺ ആയി പോയല്ലോ. ശരിക്കും ആ ക്യാരക്ടർ ചെയ്യുന്ന മേഡം കൂടെ നമ്മളെ സഹകരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം ഭയങ്കരമായിട്ട് ഓവറായി കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലെ സ്കിന്ന് അറിയും, അവരുടെ കവളറിയും. അപ്പോൾ അത് നമ്മൾ ചെയ്തിരിക്കുന്ന ഭാഗം മാത്രമേ ഒരു ബാലൻസ് വേണം. ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒറിജിനാലിറ്റി വരുള്ളൂ.
ശരിക്കും ഒരു റിയാക്ഷൻ ഇട്ട് ഭയങ്കരമായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഉള്ളിലുള്ള അത് ചെയ്തിട്ട് പിന്നെ അത് VFX ഒക്കെ ചെയ്തിട്ട് ആകെ ഇതാവേണ്ടി വരും. അപ്പം അതൊരു ബാലൻസിൽ ചെയ്തു, ഭയങ്കര റിസൾട്ട് വന്നു. എന്നാലും പ്രശാന്ത് ഏട്ടൻ ഈ പടത്തിൻ്റെ VFX പ്രശാന്ത് ഏട്ടനാണ്. പ്രശാന്ത് ഏട്ടൻ എല്ലാത്തിലും നമ്മൾ സഹകരിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പാർട്ടിലും പുള്ളി നന്നായിട്ട് നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. എല്ലാ പാർട്ടിലും പുള്ളിയുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര, അതായത് ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ക്രിയേറ്റർക്ക് ഇതൊക്കെ പോകുന്ന സമയത്ത് ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അത്ര എഫേർട്ട് ഇട്ട് ചെയ്തതായിരിക്കും ഓരോ കാര്യങ്ങളും. അതിൽ ഏറ്റവും കൂടുതൽ വിഷമം വന്നത് ഏത് ഒരു കാര്യം അതിൽ നിന്ന് സെൻസ്? വിഷമം എന്ന് പറയാൻ പറ്റിയാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ കൊച്ചിൻ്റെ ലൈവ് എടുക്കുന്ന സംഭവം ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കര ക്രിയേഷനിൽ ചെയ്തതാണ്. ആ ലിക്വിഡ് ഫോമും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പിന്നെ എനിക്ക് മനസ്സിലായി അത് കണ്ടു കഴിഞ്ഞാൽ പലർക്കും വിഷമാവുന്ന കാര്യമാണ്. അപ്പോൾ അതിലിപ്പോൾ കട്ട് ചെയ്തതിൽ എനിക്ക് വിഷമമൊന്നും പറയാനൊന്നും പറ്റില്ല. പക്ഷേ അത് നല്ല ക്രിയേറ്റ് ചെയ്ത വർക്കാണ്. പിന്നെ അതിൽ നമ്മൾ ചെയ്ത വർക്ക് ഓൾമോസ്റ്റ് എല്ലാം ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. ഈ കുറച്ച് ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് കാണിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ കട്ട് ചെയ്യുന്നത്, ഇപ്പം ഈ റസലിൻ്റെ തല പൊട്ടിക്കുന്നതും അതിൻ്റെ ബ്രെയിൻ പുറത്ത് വരുന്നതൊക്കെ ഗംഭീരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാത്തതിൻ്റെ വിഷമമുണ്ട് എങ്കിലും എന്താ പറയാ, മലയാളികൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ ഇങ്ങനെ സിലിക്കോൺ ആണ് അല്ലെങ്കിൽ ഇതൊന്നും ഒരു കുഴപ്പമില്ലെന്നൊക്കെ പിടിക്കുമ്പോഴാണെങ്കിലും ഭയങ്കര ഇതാണെന്നുള്ളത് മലയാളികളിലേക്ക് പെട്ടെന്ന് അത് എത്തുമ്പോൾ ഒരു ഉണ്ടാവുന്ന ആ ഒരു ഇമോഷൻ അല്ലേ. ഇപ്പം റസലിന്റെ ക്യാരക്ടർ ആണെങ്കിലും ഇപ്പം അഭിമന്യുവിന്റെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ സിലിണ്ടർ വെച്ചൊരു കൊച്ചിനെ അടിച്ചച്ചാറാക്കിയത്. അപ്പൊ ആ ഒരു കുട്ടിയുടെ ഫേസ് നമ്മള് ഒരു കുറച്ചൊക്കെ ബ്ലർ ആണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് കണ്ടതെങ്കിലും നമ്മൾ കണ്ടു. അപ്പൊ അതെങ്ങനെയായിരുന്നു ശരിക്കും? അതിനും ഭീകരമായിരുന്നു. കാരണം ഞാനൊരു ആ മോൻ്റെ ഒരു ഹെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചതഞ്ഞ ഹെഡ്. നമ്മുടെ അടുത്ത് വിഗ്രഹമൊക്കെ ഉപയോഗിക്കുന്ന മോൾഡ് എന്നൊരു സാധനം ഉണ്ട്. അപ്പോൾ ആ ഒരു സാധനം ഓൾറെഡി ഉണ്ടാക്കിയിട്ടാണ് ഈ സംഭവം ഇടിച്ച് പൊട്ടിക്കുന്നത്. പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്കൾട്ടും കാര്യങ്ങളെല്ലാം പുറത്ത് വരുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് അതിൽ നിന്നും ഈ നീക്കം ചെയ്തിട്ടുണ്ട്. കാരണം ആ സീൻ എടുക്കപ്പോൾ തന്നെ അവിടെ നിന്നവർക്ക് ഭയങ്കര ഇമോഷണലായിപ്പോയി. ആ പയ്യൻ ശരിക്കും ആ മോനെ ഉള്ളിൽ കിടത്തിയിട്ട് നമ്മൾ ഗ്യാസ് കുറ്റിയെടുത്ത് വയ്ക്കുന്ന ഡെമ്മിയാണ്. ശരിക്കും ഗ്യാസ് കുറ്റിയല്ല, അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഡെമ്മിയുണ്ട്, സേഫ്റ്റി നോക്കണമല്ലോ. അപ്പോൾ ആ മോനെ വെച്ചിട്ട് നമുക്ക് കുത്താൻ തോന്നില്ല. കാരണം ഭയങ്കര ക്യൂട്ടായൊരു പയ്യനല്ലേ, ഭയങ്കര ക്യൂട്ടും നല്ല രസമുള്ളൊരു മോനാണ്. അപ്പോൾ അവന് നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ട് നമ്മൾ ഡെമ്മി ഹെഡ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷെ അത് പറഞ്ഞ പോലെ VFX കൂടെ വന്നപ്പോൾ ഭയങ്കര ഗംഭീര വർക്കായിരുന്നു. പക്ഷെ അത് കുറച്ച് ഭാഗമേ വന്നോളൂ. അല്ല, ഇത് കേട്ടപ്പോഴാണ് ശരിക്കും അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അഭിമന്യു ഇല്ലേ, പുള്ളിക്ക് കയ്യിൽ നിന്ന് പോയി. അത് പിന്നെ അവൻ കുറച്ച് മാറി നിന്നിട്ട് അവനെ കാണാനില്ല. നോക്കുമ്പോഴാണ് അവൻ്റെ, കാരണം ആ പയ്യനും അഭിമന്യുമായിട്ട് നല്ല സിങ്കായിരുന്നു, നല്ല ബോണ്ടിങ് ഉള്ള. കാരണം അഭിമന്യു ഇങ്ങനെ വില്ലന്മാരാണെങ്കിൽ ഇവർക്ക് അന്താക്ഷരി കളിക്കുന്ന ടീമാണ്. ഷൂട്ട് കഴിഞ്ഞ എവിടെയും മാറി നിന്ന് ഈ കുട്ടികളായിട്ട് അന്താക്ഷരി കളിക്കുന്നതും അങ്ങനത്തെ എൻജോയ്മെൻറ്റ് നടക്കുന്ന, ഡെയിലി ചോക്ലേറ്റ് കൊടുക്കുന്നതും അങ്ങനെ. അപ്പോൾ അതിന് ശേഷമാണ് ഈ സീൻ എടുക്കുന്നത്. അപ്പോൾ ഈ സീൻ എടുത്തപ്പം പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട്, എങ്ങനെ എന്നെ വീട്ടിൽ കയറ്റും, അമ്മ ഇനി എന്ത് പറയും, നാട്ടുകാരെന്ത് പറയും. നമ്മൾ അനീഫിക്ക് പറയും ഇത് ക്യാരക്ടറാണ്, ഇത്രയും ചെയ്താൽ മാത്രമേ ആ അടുത്ത് കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞ് അവനെ കൺവിൻസ് ആക്കിയൊക്കെയാണ് ഒന്ന് ഫ്രീ ആയത്. ശരിക്കും ഇമോഷണലായിപ്പോയത് ഓരോ സിനിമ. എനിക്ക് തോന്നുന്നു പ്രേക്ഷകരാണെങ്കിലും കണ്ടോണ്ട്. അതെ, പ്രേക്ഷകരെ പോലെ തന്നെയാണ് അത്. അവിടെ നിന്ന് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ചേട്ടന്മാരായിരുന്നാലും യൂണിറ്റ് എല്ലാം ഭയങ്കരമായിട്ട് ഇമോഷണലായ സീൻ ഒരുപാടുണ്ട് ആ സിനിമയിൽ പറയാൻ. ആസ്വദിച്ചേട്ടാ. അതുപോലെ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇല്ലേ, ഇപ്പൊ ഞങ്ങളൊക്കെ എന്താണെങ്കിലും ഞെട്ടി. അതുപോലെ തന്നെ ആയിരിക്കും വീട്ടുകാരും നാട്ടുകാരും ഫ്രണ്ട്സൊക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു നാട്ടുകാരുടെ ഒക്കെ ഒരു റിയാക്ഷൻ? എന്തായിരുന്നു ശരിക്കും നാട്ടുകാരുടെ റിയാക്ഷൻ എന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും മേക്കപ്പ് മാൻ ആണെന്ന് എൻ്റെ നാട്ടിൽ അറിയത്തില്ല. വളരെ കുറച്ച് പേർക്കും എൻ്റെ ഫ്രണ്ട്സിന് മാത്രമേ ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നത് മേക്കപ്പ് മാൻ എന്ന് അറിയാം. കാരണം എന്നെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കണ്ടിരിക്കുന്നത് തട്ടുകട. എൻ്റെ അച്ഛന് തട്ടുകടയായിരുന്നു നാട്ടിൽ. തട്ടുകട മണിയൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ ബാലരാമത്ത് എല്ലാവർക്കും അറിയുള്ളൂ. സിനിമയിലെ മേക്കപ്പ് മാൻ സുധീ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം പേർക്ക്, എൻ്റെ സർക്കിളിൽ നിൽക്കുന്ന 1-2 ഫ്രണ്ട്സിനും 1-2 പേർക്ക് അറിയുള്ളൂ. അപ്പോൾ അവിടെ നിന്നാണ് ഞാനിപ്പോൾ ഇവിടെ പാൻ ഇന്ത്യൻ ലെവലിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു 17 വർഷമായിട്ട് നാട്ടുകാരിൽ നിന്നൊക്കെ അതായത് ഒതുങ്ങി നിൽക്കുമായിരുന്നു. അപ്പൊ ഈ മാർക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പാൻ ഇന്ത്യൻ രീതിയിൽ ഇപ്പൊ നാട്ടുകാരെല്ലാം കുറച്ച് പേർക്ക് മറ്റേ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് 2020 കിട്ടപ്പോഴാണ് എൻ്റെ ഫ്ലെക്സ് എൻ്റെ ഫ്രണ്ട്സ് അവിടെ വെച്ചപ്പോഴാണ് അറിയുന്നത് പുള്ളി സിനിമയിലാണോ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അറിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ അറിയുന്നുള്ളൂ. അതുവരെ എനിക്ക് എന്നെ അവിടെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും കുടുംബക്കാരായിരുന്നാലും അറിഞ്ഞിരുന്നത് നമ്മുടെ മണിയൻ്റെ മോൻ കടയിൽ എപ്പോഴും ഉണ്ടാവും. ഞാനൊരു സിനിമ കഴിഞ്ഞാൽ പിറ്റേ ദിവസം കടയിലാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. തട്ടുകടയായിരുന്നു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. കൊറോണ സമയത്തൊക്കെ തട്ടുകടയായിരുന്നു നമ്മുടെ മെയിൻ ആശ്രയം. അതെല്ലാവർക്കും അറിയാം. ഈ പറയുന്ന ലാൽ സാറിന് വരെ അറിയാം, മോഹൻലാൽ സാറിന് വരെ എനിക്കറിയാം. എനിക്ക് കടയിലുള്ള കാര്യങ്ങൾ അറിയാം. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കംപ്ലീറ്റ് ആൾക്കാർക്ക് എനിക്ക് ഇതുപോലെ കടയും ബിസിനസ്സുകളുടെ കാര്യങ്ങൾ അറിയാം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഈ ഒരു രീതിയിലേക്ക് ഇങ്ങനെയും പോകുന്നത്. ആ ഒരു രീതിയിൽ അങ്ങനെയാണ്. അതെ. ആ സിനിമയിലോട്ട് വരുന്നത് നമ്മുടെ ഒരു ഫാഷനായിരുന്നു. എങ്ങനെയാണ് സിനിമയിൽ കയറുക, സിനിമയിൽ ഉണ്ടാവുക എന്നുള്ളൊരു ഫാഷനാണ്. പിന്നെ മേക്കപ്പിലോട്ട് വന്നു. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി മേക്കപ്പ് പഠിച്ചിട്ടില്ല.
ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഒരു മേക്കപ്പ് കോഴ്സ് ഒക്കെ ചെയ്തിട്ടില്ല, ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ പഠനം കഴിഞ്ഞിട്ട് നേരെ സിനിമയിലേക്ക് വന്നു, സിനിമയിൽ നേരെ മേക്കപ്പ് അസിസ്റ്റൻ്റായി. അതാണ് എൻ്റെ ഒരു ചരിത്രം. ഇത് ശരിക്കും ഇതിനേക്കാളും ഇത് കണ്ടതിനേക്കാളും കൂടുതൽ ഞാൻ ഞെട്ടുവാണ്. അതെ അതെ, ശരിക്കും ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടില്ല, എൻ്റെ അടുത്ത് പഠിച്ചതിൻ്റെ ആയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എൻ്റെ അടുത്തില്ല. കാരണം ഞാനിത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന എൻ്റെ സീനിയർ മേക്കപ്പ് ആർട്ടിസ്റ്റ് PN മണി സാറ്, റഷീദ് സാറ്, മറ്റേ അതുപോലെ തന്നെ രഞ്ജിത്ത് അമ്പാടി, ഇവരെ കൂടെയൊക്കെ ഞാൻ അസിസ്റ്റൻ്റ് വർക്ക് ചെയ്തത്. കൂടുതലും PN മണി സാറിൻ്റെ കൂടെ ആയിരുന്നു 10-12 വർഷം. അപ്പോൾ അവരുടെയൊക്കെ ഒരു എന്താ പറയുക, അവരുടെയൊക്കെ ഒരു ഇത് ഞാൻ പറയുന്നത് അന്ന് മുതൽ ഇങ്ങനത്തെ ക്രിയേഷൻ വർക്കുകൾ ഉണ്ട്, അവരൊരു രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പം ഞാൻ ഇതുവരെ എത്തിയത്. ഇപ്പം ഈ ഒരു സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു ഇത്രയും രീതിയിലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഇങ്ങനെ അഴിഞ്ഞാടാൻ പറ്റിയൊരു സിനിമയായിരുന്നു മാർക്കോ എന്ന് പറയുന്ന സിനിമ. കാരണം ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ക്രിയേറ്റർ എന്ന രീതിയിൽ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ കൊടുത്തു. അങ്ങനെ അപ്പം ഈ ഒരു സിനിമ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ കരിയറിൽ തന്നെ എങ്ങനെയാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്? അല്ല, എൻ്റെ കരിയറിൽ ഞാനിപ്പോൾ വന്ന ട്രാവലിങ്ങിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് മൂവിയും, അതായത് മൂവി എന്ന് പറഞ്ഞാൽ ഒരുപാട് മൂവി ഞാൻ ചെയ്ത വർക്കെല്ലാം ഗംഭീര വർക്കാണ്. ഞാൻ ഇതുവരെ ചെയ്തു വന്നതെല്ലാം നല്ല സൂപ്പർ ഹിറ്റ് പടങ്ങളുമാണ്. അപ്പോൾ എനിക്കിത് ടാലൻ്റായിട്ട് കുറച്ചും കൂടി അപ്ഡേഷനായിട്ട് ചെയ്യാൻ പറ്റുന്നതും ഇന്ത്യയിൽ ഇതുപോലത്തെ വയലൻസ് ഇല്ല എന്ന് കേൾക്കുന്നത് ഒരു അഭിമാനമാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് തരുന്ന മൂവിയാണ് മാർക്കോ. ഭയങ്കര എന്താ പറയുക, എൻ്റെ കരിയറിൽ ഇപ്പോൾ ഇത്രയും ഒരു ഡീപ്പ് ഒരു എന്താ പറയുക എല്ലാം ചർച്ചയാവുന്ന ഒരു വിഷയം ഇതാണ്. പാൻ ഇന്ത്യൻ ലെവലിൽ ചർച്ചയാകുമ്പോൾ ഒരു സന്തോഷം. അതുപോലെ ഉണ്ണിച്ചേട്ടന്റെ കാര്യം, ആർട്ടിസ്റ്റിനാണെങ്കിലും ആ ഒരു ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ആ ഒരു വില്ലനിസം ഒക്കെ കൊടുത്ത ക്രിയേറ്റർ ആണ് ഇവിടെ എന്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഉണ്ണിച്ചേട്ടനിൽ എന്തൊക്കെയാണ് പരീക്ഷണങ്ങളാണ് ഈ ഒരു മാർക്കോ മൂവിയിൽ ചെയ്തത്? ഉണ്ണിച്ചേട്ടൻ നമ്മൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ ചെയ്ത 2 ഗെറ്റപ്പ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ആളുടെ നോർമൽ ഗെറ്റപ്പും, പിന്നെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഗെറ്റപ്പിലേക്ക് വരികയാണ്, ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ട്. ഉണ്ണിച്ചേട്ടൻ നമ്മൾ അതായത് ഫൈറ്റ് സീനിന് മാത്രം പുള്ളിക്ക് ഉപയോഗിക്കുന്ന മാർക്ക്, ലാസ്റ്റ് ക്ലൈമാക്സിൽ വരുന്ന ഇവിടെ സ്റ്റിച്ചിങ് മാർക്ക് കണ്ടിട്ടുണ്ടാവും, ക്ലൈമാക്സ് സ്റ്റിച്ച് ചെയ്യുന്നത്, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് സ്റ്റിച്ചിങ് ചെയ്യുന്നത്. ചിലപ്പോൾ അതും വിചാരിച്ചിട്ടുണ്ട് CG ആണെന്ന്, ഒരിക്കലും അല്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സാധനം ഒറിജിനൽ സൂചി നൂലും കൊണ്ട് തയ്ക്കുന്നതാണ്. ആ നെഞ്ചിലൊരു പാടില്ലേ, ബോഡിയിൽ കണക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്, അതൊക്കെ ഞങ്ങൾ ചെയ്തതാണ്. പിന്നെ വരുന്നതാണ് ഈ ഐ ബ്ലഡ് കണ്ണിൽ ഉപയോഗിക്കുന്നത്. എല്ലാവരും ഉപയോഗിക്കാത്ത ഞാൻ പറഞ്ഞാന്നറിയില്ല, ഐ ബ്ലഡിൻ്റെ ഒരു കാര്യമുണ്ട്. ഐ ബ്ലഡ് ആൾ കണ്ണിൽ ഓരോ ഷോട്ടിനും ഐ ബ്ലഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ബോഡിയിൽ ഉപയോഗിക്കുന്ന ബ്ലഡ് അല്ല, ഐ ബ്ലഡ് പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് ഐ ഡ്രോപ്സിൻ്റെ ഒരു ഐ ബ്ലഡാണ്. അപ്പോൾ അത് ഓരോ ഷോട്ടിനും ആൾ കണ്ണിൽ ഉപയോഗിച്ചിട്ടാണ് കണ്ടിന്യൂസ് ഷോട്ട് എടുക്കുന്നത്. കാരണം ആ ഒരു ഫീൽ കിട്ടാൻ ഡിഫിക്കൽട്ട് ഇടുമ്പോഴത്തേക്ക് ഒരു വിഷ്വൽ റെഡ് ആയിരിക്കും. ഒരു ചെറിയ നമ്മൾ എന്താ പറയുക, ഒരു ഐ ഡ്രോപ്സ് ഇടുന്നതിൻ്റെ ഒരു ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാവുള്ളൂ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഫ്രീ ആവും. അപ്പോൾ അത് ഓരോ ഷോട്ടിനും അത് കണ്ടിന്യൂസ് ചെയ്തതാണ്. അത് എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെ സമ്മതിക്കുന്നതല്ല. പക്ഷേ പുള്ളി അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അത്രയും എഫർട്ട് എടുത്തതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ പാൻ ഇന്ത്യയിൽ വരെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നപ്പോൾ പറഞ്ഞു അബ്രോഡിൽ നിന്നാണ് ഐബ്ലഡ് ഒക്കെ കൊണ്ടുവന്നത്. അപ്പം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ? നമ്മൾ സിൽക്കോൺ എടുക്കുന്നില്ല, US എന്നായിരുന്നു. ഐബ്ലഡ് മാത്രം ഇവിടെ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് UK അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം ഇത് കോസ്റ്റ്ലി മെറ്റീരിയലാണ്, നമ്മളിവിടെ കിട്ടുന്ന അവൈലബിൾ മെറ്റീരിയൽ അല്ല കേരളത്തിൽ കിട്ടുന്ന. ഇതിപ്പം സിൽക്കോൺ ആണ്. സിൽക്കോൺ സ്മൂത്തനിങ് സിൽക്കോൺ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ലിറ്ററിന് തന്നെ ഒരു 20,000 വരുന്നുണ്ട് ഒരു ലിറ്ററിന്. അതിൻ്റെ ഒരു നമ്മളിപ്പോൾ ഒരു എങ്ങനെയായിരുന്നാലും ഒരു 100 kg വരെ എടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല എക്സ്പെൻസീവ് ആണ്, കാരണം അത്രയ്ക്ക് മെറ്റീരിയൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് നല്ല എക്സ്പെൻസീവായി. ഈ പടത്തിൻ്റെ മെയിൻ ബഡ്ജറ്റിൽ മേക്കപ്പിന് വരുന്ന എക്സ്പെൻസീവ് ഇതാണ്. എക്സ്പെൻസീവ് മേക്കപ്പ്. അതെ തീർച്ചയായിട്ടും. കാരണം നല്ലൊരു എമൗണ്ടിലാണ് ഇത്. അതിനൊക്കെ സപ്പോർട്ടായിരുന്നു പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. ഷെഫീഖ് നമ്മൾ ചെയ്യുന്ന വർക്ക് കണ്ട് ക്വാളിറ്റി കണ്ടിട്ട് ഞാൻ ഓരോ ഓപ്ഷൻ പറയുമ്പോഴും ആൾ റെഡിയാണ്. നമുക്ക് സുദീപൂർവ്വം എന്തുകൊണ്ട് ചെയ്തോ, നമുക്കത് കുഴപ്പമില്ല എന്നുള്ളൊരു ഫുൾ ഫ്രീഡം ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര റിസൾട്ട് കിട്ടിയത്. ശരിക്കും ആ പ്രൊഡ്യൂസേഴ്സ് പറയണതല്ല, വേണ്ട അത് നമുക്ക് എക്സ്പെൻസ് ആണ്, ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, നമുക്ക് ചെയ്യാൻ പറ്റില്ല. പുള്ളി ഭയങ്കര ഫ്രീഡം ആയിരുന്നു, ഭയങ്കര ഫ്രീഡം. നമുക്ക് അതിനുള്ള റിസൾട്ട് കൊടുത്ത് പുള്ളിക്ക് ഹാപ്പി ആയപ്പോഴാണ് കോൺഫിഡൻ്റ് ആയത്. ക്രൂരതയുടെ കാര്യം പറഞ്ഞപ്പോൾ ട്രെയിലറിൽ നമ്മൾ ഏറ്റവും കൂടെ ഞെട്ടിയൊരു സീനായിരുന്നു ഉണ്ണിച്ചേട്ടൻ ചെവി കടിച്ചുകൊണ്ട് വരുന്നത്. ആ ഒരു സീനിന്റെ ഇമ്പാക്റ്റും വളരെ വലുതായിരുന്നു. അപ്പോൾ അതെങ്ങനെയായിരുന്നു? അതും ഈ ചെവിയുടെ കാര്യം നമ്മുടെ അടുത്ത് ട്രെയിലറിൻ്റെ കാര്യം പറഞ്ഞിരുന്നപ്പോൾ തന്നെ, ട്രെയിലറല്ല ഈ ഷൂട്ട് നടന്നപ്പോൾ ചെവിയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെവി റെഡിയാക്കി. പക്ഷേ എന്താണ് കണ്ടന്റ് എന്നറിയില്ല. അപ്പോഴാണ് ഈ ട്രെയിലർ കലൈ മാസ്റ്റർ പറയുന്നത് നമുക്ക് ഈ സീനിലേക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആ ചെവി കടിച്ചെടുക്കുന്ന സീൻ അവിടെ നമ്മൾ ആഡ് ചെയ്തത്. അതും വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഓൾറെഡി പുള്ളിയുടെ കാതിൽ വെച്ച് ഫിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് കടിച്ചെടുക്കുന്ന ഒറ്റ ഷോട്ടായിരുന്നു.
അത് മാക്സിമം ഒരു 3 ഷോട്ടൊക്കെ ആയപ്പോൾ തന്നെ റെഡിയായി. ട്രെയിലറിൽ നമ്മൾ അതേ കണ്ടുള്ളായിരുന്നു. അപ്പൊ നമ്മളടുത്ത് ഓ ഗംഭീരം, പക്ഷെ ഇത് തുടങ്ങി കഴിഞ്ഞ സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ തുടക്കം മാത്രം എന്ന് മനസ്സിലായി. ശരിക്കും വിഷ്വല് നമ്മൾ എന്താ പറയാ ക്യാമറമാൻ ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ടെന്നാണ്. അതെ, ശരിക്കും ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഈ മൊത്തം സെൻസർ ബോർഡ് കട്ട് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് സിനിമ റിലീസായിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിന് ശേഷം തിയേറ്ററിൽ ആളുകൾ ഉണ്ടായിരിക്കുമായിരുന്നോ? ഇതിപ്പം പറയാൻ പറ്റില്ല, കാരണം ഇപ്പോഴത്തെ സ്റ്റേജിൽ അത് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം സാധ്യതയും കുറവാണ്. ചിലപ്പോൾ സിനിമ ഈ പറഞ്ഞ പോലെ ബാൻ ചെയ്യാനും സാധ്യതയുണ്ട്. എനിക്ക് ഹിന്ദിയിലൊക്കെയാണ്, നോർത്തിലൊക്കെ ആണെങ്കിലും ഹിന്ദിയിൽ പ്രമുഖ സിനിമകൾ മാറ്റിയിട്ടാണ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഹിന്ദിന്നൊക്കെ കുറച്ച് ആൾക്കാർക്ക് തന്നെ വിളിച്ചിട്ടുണ്ട് എന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട്. അതെ, ഹിന്ദിന്നൊക്കെ ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റിനാണ് കോളുകൾ വരുന്നുണ്ട് ഹിന്ദിയിലേക്കൊക്കെ. അതൊക്കെ ഒരു പ്രത്യേക ബോളിവുഡിലേക്കും ഹോളിവുഡിലേക്കും ഒക്കെയാണ് ഇനി സുധിച്ചേട്ടൻ പോകാൻ. കേരളത്തിൽ നിന്ന് ഒരാൾ പോകാലോ. അതെ, ഞങ്ങൾക്ക് അഭിമാനമാണ്. കാരണം മലയാളികളിലേക്ക് ഈ സിനിമ വന്നപ്പം ഇത്തരത്തിലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനും അതുപോലെ തന്നെയല്ല സുധിച്ചേട്ടൻ ഇപ്പൊ ഇത്രയധികം സിനിമകൾ ചെയ്തല്ലോ മലയാളത്തിലേക്ക്. കോളേജ് കുമാരനിൽ സ്റ്റാർട്ട് ചെയ്തൊരു ജേർണിയാണ്. ഇത്രയധികം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു മേക്കപ്പ് കണ്ടതിന് ശേഷം ഏതെങ്കിലുമൊക്കെ ആർട്ടിസ്റ്റുകൾ വിളിച്ചിട്ട് ഗംഭീരം അല്ലെങ്കിൽ ഞെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞോ? കാരണം എന്നെ വിളിക്കാനുള്ള സ്റ്റേജ് ഞാൻ ഈ റിലീസായ സമയത്ത് ഞാൻ ഇവിടെ ഇല്ല, ദുബായിലാണ്. അപ്പോൾ അങ്ങനെ ആർട്ടിസ്റ്റായിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ വലിയ ആരൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. ഇതാണ് വാസ്തവം. എൻ്റെ കൂടെ ആസിഫ് അലി ഈ പടം കണ്ടിട്ട് ഭയങ്കര അഭിപ്രായം പറഞ്ഞു. എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. അവിടെയുള്ള ഓഡിയൻസിൻ്റെ അടുത്തൊക്കെ എന്നെ പറ്റി പറഞ്ഞു. ഞാനും ആസിഫിക്കും കൂടെ പടം കാണാൻ പോകുന്നു തിയേറ്ററിൽ. ആസിഫ് ഞാനും കൂടെ കൂളായിട്ടാണ് പടം കണ്ടത്. പക്ഷെ ഇന്റർവ്യൂല് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളിന് കുറച്ച് കയ്യിൽ നിന്ന് പോയി, ഇടയ്ക്ക് ഫോൺ വന്ന് പുറത്തു പോയി. കാരണം ആൾക്ക് ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ആളാണ്. ആസിഫ് ഭയങ്കര ഫാമിലിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ആസിഫിക്കും ബേസിൽ ജോസഫുമാണ്. ഫാമിലി അവർ ഭയങ്കര കുട്ടികളും വൈഫും മറ്റൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, അവർ എപ്പോഴും ഒരു എൻജോയ്മെന്റ് ആണ്. അവർക്കൊന്നും പെട്ടെന്ന് കാണാൻ പറ്റില്ല. കുറേ സമയമൊക്കെ കണ്ടോണ്ടിരിക്കാം, പിന്നെ പയ്യെ ഫോണെന്നുള്ള രീതിയിലൊക്കെ പുറത്ത് പോയിട്ട് തിരിച്ചു വരും, തിരിച്ചു വന്നിട്ട് എന്നാൽ കംപ്ലീറ്റ് ചെയ്തു പടം എങ്ങനെയായാലും തീർന്നാൽ മതിയുള്ള അവസ്ഥയായി. പിന്നെ പടം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ തിയേറ്ററിലുള്ളടുത്ത് പറഞ്ഞു സുധിയാണ് മേക്കപ്പ് മാൻ എന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്തു. ഭയങ്കര കാര്യമാണ്. ഇക്ക പിന്നെ പറയാൻ പറ്റുന്നിടത്തൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്തു. ആസിഫിക്ക് അടുത്താണ് ആസിഫിക്ക് ടീമും അവരുടെ കൂടെ നിൽക്കുന്ന സ്പിനു ആയിരുന്നാലും സർവനായിരുന്നു എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്കൊന്ന് 7ഓളം ഫൈറ്റുകളുള്ള സിനിമ കൂടിയായിരുന്നു. പിന്നെ ഉണ്ണിച്ചേട്ടൻ മെസ്സേജ് ചെയ്തു കേട്ടോ, കൺഗ്രാറ്റ്സ് മെസ്സേജ് ഒക്കെ വന്നു. ഉണ്ണി ബ്രോ മെസ്സേജ് ചെയ്തു, അനീഫിക്ക മെസ്സേജ് ചെയ്തു. നമ്മള് ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂസും ഈ പറഞ്ഞ പോലെ നമ്മളെ പറ്റി പല ആൾക്കാരും സംസാരിച്ചു തുടങ്ങിയപ്പോൾ പലയിടത്തുനിന്നും മെസ്സേജും കോളൊക്കെ വരാൻ തുടങ്ങി. ഞാൻ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് കോൾ കൊണ്ടുവന്ന് എനിക്ക് അറിയത്തില്ല, ഇനി പ്രതീക്ഷിക്കാം. ദുബായിലായിരുന്നു സിനിമ റിലീസായ സമയത്തൊക്കെ, ഇപ്പൊ എത്തിയതേ ഉള്ളൂ നാട്ടിലേക്ക്. അതുപോലെ തന്നെ ഇപ്പം 7ഓളം ഫൈറ്റുകളുള്ള ഒരു സിനിമയായിരുന്നു മാർക്കോ. എല്ലാ ഫൈറ്റുകളും അതിഗംഭീരമായിരുന്നു. അപ്പൊ ഈ ഫൈറ്റ് സീനുകളിലൊക്കെ വരുമ്പോൾ ഈ കണ്ടിന്യൂറ്റി ഇഷ്യൂസ് ഒക്കെ, അതായത് ഇപ്പം അന്ന് ഷൂട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞ പിറ്റേ ദിവസം പോകുമ്പോഴും മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ ആയിരിക്കും കണ്ടിന്യൂറ്റി കറക്റ്റ് ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെ എന്തെങ്കിലും കാരണം ഓരോ ഫൈറ്റ് എടുക്കുന്നതും 10 ദിവസം മാക്സിമം 10-12 ദിവസത്തിന് ആ ഡിസ്റ്റൻസ് ഉണ്ടാവും ഓരോ ഫൈറ്റ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്തായാലും അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടാവും. ആ ഒരു ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ലതീഫ് എന്നുള്ള നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആണ് കണ്ടിന്യൂറ്റി ഫുൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പം കറക്റ്റ് ഫോട്ടോ എടുത്ത് വെക്കും. അത് മാനേജ് ചെയ്യണം. നമ്മൾ എൻ്റെ കൂടെ നിൽക്കുന്ന കട്ടയ്ക്ക് നിൽക്കുന്ന അസിസ്റ്റൻസ് ഉണ്ട്. ഷിബു ആയിരുന്നാലും ജയൻ ആയിരുന്നാലും സമീർ ആയിരുന്നാലും അവരെല്ലാം അടിപൊളിയായിട്ട് നമ്മളോട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഫോളോ അപ്പ് ചെയ്യും. നമുക്ക് അതിലൊന്നും ടെൻഷനില്ല. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി പ്രശ്നം ആ പടത്തിൽ വന്നിട്ടില്ല. ഇത്രയും വലിയൊരു പടം ചെയ്തിട്ടും അയ്യോ കണ്ടിന്യൂറ്റി കാരണം റീഷൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു വലിയൊരു വിജയം വരുന്നത്. അവരൊക്കെ നല്ല കട്ടയ്ക്ക് നിന്നു. അതൊക്കെ ഇപ്പോൾ ഭയങ്കര താങ്ക്സ് പറഞ്ഞാലും തീരത്തില്ല. കാരണം എല്ലാവരും നമ്മളെ കൂടെ ഉള്ളവരാണ്. ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ 2-3 പടം നടക്കുന്നുണ്ട്. അത് എല്ലാവരും ഒരുമിച്ച്. അപ്പം ഈ സിനിമ അതായത് പല പല ഷോട്ടുകളൊക്കെ ആയിട്ട് കുറേ നാളുകളെടുത്ത് ഷൂട്ട് ചെയ്ത ഈ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടല്ലോ, ഫസ്റ്റ് ടൈം കണ്ട സമയത്ത് ഇത് ഇത്ര ഗംഭീരമായിട്ട് അത് കാണുമല്ലോ, ക്രിയേറ്റ് ചെയ്ത ആൾ ഇതെല്ലാം കാണുമ്പോൾ ആ ഒരു ഫീൽ എങ്ങനെ ആയിരുന്നു? കാരണം ആ ഒരു സിനിമ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഫസ്റ്റ് റിലീസായപ്പോഴും സിനിമ എങ്ങനെയെന്ന് എന്തൊക്കെ ഭാഗം കട്ടായിപ്പോയി എന്നുള്ളതാണ് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നത്. പക്ഷെ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഭയങ്കര വിജയം. അപ്പോഴത്തേക്ക് റിവ്യൂസൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല. കാരണം നമ്മൾ ചെയ്ത കുറച്ച് ഭാഗങ്ങൾ കട്ടായിപ്പോയത് നല്ലതിനായിരിക്കാം. കാരണം മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നല്ലതിനായിരിക്കും. പക്ഷേ വർക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ എൻ്റെ മാക്സിമം എഫർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടെന്നും അവിടെയുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനും അറിയാം. ഹനീഫയ്ക്ക് അറിയാം, ഉണ്ണിച്ചേട്ടന് അറിയാം. അത് കാരണം ഞാൻ ഹാപ്പിയാണ്. എല്ലാവർക്കും മനസ്സിലായി. മലയാളികൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി. തകർപ്പൻ സിനിമകളിലൂടെ ഇനിയും ചേട്ടൻ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒക്കെ നേടാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.